ലൈഫിലുള്ള ഏറ്റവും ഹാപ്പി മൊമെൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻ്റ് തന്നെയായിരിക്കും. അങ്ങനെ നമ്മുടെ ആലിക്കുട്ടി ചേച്ചി ആകുമ്പോഴാണ് ചേച്ചി. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ്. രണ്ട് വീട്ടുകാർ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് വന്നത്. ബ്ലീഡിങ് വന്നതിന് ശേഷം ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അതുകഴിഞ്ഞിട്ട് നേരെ ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴേ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓൾറെഡി പോയത്. അപ്പോഴാണ് ഞങ്ങളുടെ ഡോക്ടർ പറയുന്നത് ഇനിയാണ് കേട്ടോ കഥയിലെ ശരിക്കുള്ള ട്വിസ്റ്റ്. ഇതെന്താടാ? അപ്പം പണ്ട് അമ്മ ഈ ഇരട്ടപ്പഴം കഴിക്കുമ്പോഴത്തേക്കും ട്വിൻസ് ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അമ്മ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ചില കടകളിലൊക്കെ പോകുമ്പോൾ ചേട്ടാ ഇരട്ടപ്പഴം കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഇരട്ടപ്പഴം മേടിച്ച് കഴിക്കാറുണ്ടായിരുന്നു. ഇതെന്ത് പഴമാ? ഈ പഴം എന്താ ഇങ്ങനെ? ഇരട്ടപ്പഴം. നമുക്ക് ഈ പഴം കൊടുത്താലോ? നമുക്ക് 2 ബേബീസിനെ കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് കുട്ടിക്കാലം മുതലേ എന്തെങ്കിലും കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഒരു ട്വിൻസ് വേണമെന്ന്. അതിനുശേഷം റിഞ്ചുവിന് ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഇഷ്യൂ ഉണ്ടായി. അപ്പം ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഫസ്റ്റ് സ്കാനിങ്ങിന് മുമ്പ് നേരെ ഹോസ്പിറ്റലിലായിട്ട് പോയി. അപ്പം സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു തരുന്നുണ്ട് ഇറ്റ്സ് 2 babies. അതായത് ആലുവിന് 2 സിബ്ലിങ്സ് വരുവാണ്, അത് ട്വിൻസ്. അപ്പം അവൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് കുഞ്ഞു ബേബിനെ എടുക്കുന്നത് എടുക്കാൻ പോണേ ഞാടെ എടുത്തോട്ടെ. ആലുവിന് കുഞ്ഞു ബേബീസിനെ കാണാൻ കൊതിയാവുന്നുണ്ടോടാ? എങ്ങനെയൊന്ന് പറഞ്ഞേ. സാധാരണ ബേബീസ് ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാ ഫാദറിനെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഡബിൾ ഹാപ്പിനെസ് ആണ്. ഇവർ വയറ്റിൽ കിടന്ന് എന്താ ചെയ്യുന്നേ? ഇത് വയറ്റിൽ കിടന്നിട്ടോ? കുഞ്ഞു ബേബീസിനെ ആരാ ഒരുക്കുന്നതൊക്കെ? ഇത്രയും നാളത്തെ ഒരു ജേർണി ആയിരുന്നു ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പം എത്തി നിൽക്കുമ്പം ഞങ്ങളുടെ ട്വിൻസിനെ ഈഗർലി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഞങ്ങളുടെ ട്വിൻസ് വരാൻ പോവാണ്. ആര് ബേബീസ് എന്നാണ് വരുന്നത്? അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും എല്ലാം പെട്ടെന്ന് കടന്നു. സത്യം പറഞ്ഞ ചോര കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങുന്ന ഞാൻ ലേബർ റൂമിൽ റിഞ്ചുവിനോടൊപ്പം. ആലൂനില്ലേ ബേബി ഗേൾസ് വേണമെന്നാണോ ബേബി ബോയ്സ് വേണമെന്നാണോ? ഗേൾസ് ആണോ? അതെന്താ? അങ്ങനെയാണ് 2 ട്വിൻ ഐഡന്റിക്കൽ ഗേൾസ്. ചേച്ചി നീ അന്വേഷിച്ചായിരുന്നു കേട്ടോ. എൻ്റെ ആളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര കണ്ട തല ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. എന്നോടാണ് റിഞ്ചു ഒരു ദിവസം പറഞ്ഞത് ഇച്ചാനും ലേബർ റൂമിൽ റിഞ്ചുവിനോടൊപ്പം, അതായത് മുത്തിനോടൊപ്പം വേണം. ഭയങ്കര രസം കേട്ടോ, വേറെ മൊമെന്റ് കേട്ടോ. നോർമൽ ഡെലിവറിയേക്കാളും സിമ്പിൾ ആയിട്ട് ആ ഡെലിവറി നടന്നത് ഭയങ്കര ദൈവാനുഗ്രഹം കേട്ടോ. അല്ല, എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് പോലും ഒരു ട്വിൻ ഹിസ്റ്ററി ഉള്ള ഒരിതില്ല. അപ്പം പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഉറപ്പായിട്ട് കൊണ്ടത്. ആലുവിനറിയാവോ ഈ പള്ളിയുടെ പ്രത്യേകത എന്താന്ന്? എന്താ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളി വന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് ട്വിൻസ് ഉണ്ടാവും.
അപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതല്ല, നമുക്ക് ഭയങ്കര അധികം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അത് നടത്തി തരുമെന്നൊക്കെ പറയട്ടെ. അതുപോലെയാണ് എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യവും. അങ്ങനെയാണ് നമുക്ക് ട്വിൻസിനെ കിട്ടിയത്. ഈ പള്ളിയിൽ എല്ലാം ഏറ്റവും കൂടുതൽ ആരും ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാമോ? ട്വിൻസാ. അതുപോലെ നമുക്കിനി നമ്മുടെ ബേബീസിനെ കൊണ്ടുവരണ്ടേ ഇവിടെ?